അപ്പം നമുക്കിന്നൊരു ദം ബിരിയാണി ആയാലോ. ഞാനൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് തൈരും, ഉപ്പും, ഹാഫ് ലെമണും, പിന്നെ മസാലപ്പൊടിയും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ബിരിയാണിയിൽ ഇടാനുള്ള സവാള നമുക്ക് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക. അതൊന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്ന് പേസ്റ്റാക്കിയിട്ട് അതൊന്ന് ഇടുന്നുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ സവാള ഇട്ട് അതൊന്ന് വാടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു വലിയ പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കശുവണ്ടിയും കിസ്മിസൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ സ്പൈസസ് ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ഇടുന്നുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചതാണ്. ജീരകശാല റൈസാണ് എടുത്തേക്കണത്. അത് ഞാൻ നല്ലോണം ഊറ്റിയിട്ടാണ് ഇട്ടേക്കണത്. അത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. വറുത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് എന്നുള്ളതാണ് ഞാൻ വെള്ളം എടുത്തേക്കണത്. അതിൽ ചെറുനാരങ്ങയും പിഴിഞ്ഞ് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാവും. അപ്പോൾ നമ്മുടെ സവാള വഴങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിനകത്ത് തക്കാളിയും കൂടി ഇട്ട് അതൊന്ന് വഴഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി നമ്മുടെ റെഡിയാവും. നമ്മുടെ റൈസ് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് തുറന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ പാലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് ഒഴിക്കുന്നുണ്ട്, ഒരു മഞ്ഞ കളർ വരാനായിട്ട്. പിന്നെ നമുക്കിനി ദം ചെയ്യാം. നമ്മുടെ കറിയിലോട്ട് ഞാൻ ആകെ ഒരു ലെയർ ചെയ്യണുള്ളൂ. കറിയിലോട്ട് മേളിൽ റൈസ് ഇട്ട് അതിനകത്ത് നമ്മളെ വറുത്ത് വെച്ച സാധനങ്ങളും പച്ചമല്ലി അതെല്ലാം ഇട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് അത് കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദം ബിരിയാണി റെഡി.